പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 1200 കർക്കിടക മാസം 5-ാം തീയതി തിങ്കളാഴ്ച, അതായത് 2025 ജൂലൈ 21-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഒരു വാരക്കാലത്തേക്കുള്ള കർക്കിടക മാസം 11-ാം തീയതി വരെയുള്ള ജൂലൈ മാസം 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ വാരം ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് നാം ആദ്യം ചർച്ച ചെയ്യുന്നത്. മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. ഇടവൻ രാശിയിൽ ചന്ദ്രനും ശുക്രനും, മിഥുനത്തിൽ വ്യാഴം, കർക്കിടകത്തിൽ സൂര്യൻ, ബുധൻ, ചിങ്ങത്തിൽ ചൊവ്വ, കേതു, 11-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. വിശാഖം നക്ഷത്രത്തിലെ അവസാനത്തെ 15 നാഴിക അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി. ഇവിടെ വൃശ്ചിക രാശിക്കാർക്ക് ഈ വാരത്തിൽ 7-ാം ഭാവത്തിൽ ചന്ദ്രൻ ഉച്ചസ്ഥനായി ശുക്രനോടുകൂടെ നിൽക്കുന്നു. അതിനാൽ പലപ്പോഴും ഈ വാരം വിവാഹ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും പരസ്പരം കാണുന്ന ചടങ്ങുകൾ, വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഒക്കെ നടത്താൻ പറ്റുന്ന അനുകൂലമായ വാരമാകുന്നു. കർമ്മവിഷയത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ലഗ്നാധിപനായ ചൊവ്വ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് നോക്കുന്നുണ്ട്. തനിക്ക് അധികാരത്തിന് പൂർണ്ണത ലഭിക്കാം. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ ഒരു മാസമായി വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അഷ്ടമത്തിലെ സൂര്യൻ. ആ സൂര്യൻ 8-ാം ഭാവത്തിൽ നിന്ന് മാറി ശക്തനായി 9-ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. പക്ഷേ സ്ഥിരരാശിക്ക് 9-ാം ഭാവം ബാധാസ്ഥാനമാകുന്നു. അതിനാൽ സഹോദരങ്ങളുടെ ആരോഗ്യങ്ങൾ, പിതാവിൻ്റെ ആരോഗ്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ക്രിയാതുങ്കതാം തപ്യത സോദരേണ, ജോലിയിൽ അങ്ങേറ്റം ഉയർന്ന സ്ഥിതിയിലെത്തും. സോദരനെ തപ്യതയെ, തൻ്റെ സഹോദരങ്ങൾ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ദിവാനായികയെ ദുഷ്ടത കോണയാതെ, പലപ്പോഴും ദുഷ്ട സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും. അനാവശ്യമായ പിടിവാശികളൊക്കെ പ്രകടിപ്പിക്കും. എന്നാൽ ജാപ്നോതി ചിന്താവിരാമ അസ്യ ചേത, ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരിക്കലും ചിന്തകൾക്ക് അവസാനമില്ല. എപ്പോഴും മാനസികമായ ഉയർന്ന ചിന്തകളായിരിക്കാം. 24 മണിക്കൂറും ചിന്തിക്കും. തപശ്ചര്യയ അനിച്ഛയാഭിപ്രയാതി, തനിക്ക് ഇഷ്ടമില്ലാതെ തപസ്, പ്രാർത്ഥന, ഉപവാസങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പലരും നിർബന്ധ ബുദ്ധിയായി ചെയ്യുമ്പോൾ അതിനെ മനസ്സോടുകൂടി അതിലേക്ക് ഇറങ്ങിപ്പോകും. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട് മാത്രം പ്രാർത്ഥിക്കുക. തൻ്റെ സമയം മൂടില്ലെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുക. മനസ്സിന് ഇഷ്ടപ്പെടാതെ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നൊരവസ്ഥയും സംജാതമാകും. ഇവിടെ നിർബന്ധമായും അച്ഛൻ്റെയും സഹോദരങ്ങളെയും ആരോഗ്യവിഷയം ശ്രദ്ധിക്കണം വൃശ്ചികൻ രാശിക്കാർ. വൃശ്ചിക രാശിക്കാർ തങ്ങളുടെ ജാതകപ്രകാരം തൻ്റെ സഹോദരങ്ങൾക്കോ പിതാവിനോ അസുഖമില്ലാതെ നോക്കുക. അവരുടെ പേരിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. യേശു തീവ്രമതോ മതേ എന്നാണ് 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഫലം പറഞ്ഞിരിക്കുന്നത്. ഒരാചാര്യർ തീവ്രമായ കാമമുണ്ടാകും. അത് ശുക്രനോടുകൂടെ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. സ്ത്രീ വിഷയത്തിൽ പേരുദോഷങ്ങൾ വരാതെ നോക്കണം. ദദദ്ദാർശം സപ്തമേ ശ്വേതരശ്മി, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ വരുമ്പോൾ ഭാര്യാസുഖം ലഭിക്കും. അതിനാൽ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും അനുകൂലമായ വാരമാണ്. ധനിത്വം ഭവേത് അധ്വവാണിജ്യതോപി, തനിക്ക് യാത്ര ചെയ്ത് കാശുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ സാമ്പത്തികമായി ഈ വാരം വളരെ അനുകൂലമായി വരുന്നതാണ്. കൃഷപക്ഷേ വിപക്ഷാഭിഭൂത, കർത്തപക്ഷത്തിലെ ചന്ദ്രൻ ശത്രുക്കളാൽ ബുദ്ധിമുട്ടുമെന്നൊരു വലിയ ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ശത്രുദോഷ പരിഹാരം നിർബന്ധമായിട്ടും ചെയ്യണം. നിർബന്ധമായും വെള്ളിയാഴ്ച ശത്രു സംഹാര കുരുതി അല്ലെങ്കിൽ നാളികേരം കൊണ്ട് മുട്ടിറക്കണം, ശത്രുമുട്ട് ചെയ്യുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലേശങ്ങളെ, ദുരിതങ്ങളെയൊക്കെ മാറ്റിയാൽ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ വാരം വളരെയധികം അനുകൂലമാണ്. നന്ദി, നമസ്കാരം.